ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 30 വരെ നീട്ടി. എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ 30-ാം തീയതി വീണ്ടും പരിഗണിക്കും. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, വലിയ ശ്രമങ്ങൾ എ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എങ്കിലും റിമാൻഡ് കാലാവധി നീട്ടി നൽകുകയാണ്. റിമാൻഡ് കാലാവധി ഇന്ന് നീട്ടിയിരിക്കുന്നു. 12 ദിവസവും കൂടിയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഇന്ന് ഈ ദ്വാരപാലക ശിലയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയതിൻ്റെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതിന്മേൽ ഒരു പ്രാഥമികമായിട്ടുള്ള വാദം നടന്നില്ല. കാര്യം SITയുടെ റിപ്പോർട്ട് ഇന്നാണ് കോടതിയിൽ ലഭിച്ചത്. ആ റിപ്പോർട്ട് ഇനി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഒരു വാദത്തിലേക്ക് പോകും. അതിനുവേണ്ടിയാണ് 30-ാം തീയതി പരിഗണിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഈ കേസിൽ തനിക്കൊരു പങ്കുമില്ല, കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തന്നെ മാത്രം ബലിയാടാക്കുന്നത് എന്തിനാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായും എ പത്മകുമാറിന്റെ അഭിഭാഷകന്റെ ചോദ്യം. അത് ആ കാര്യങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ബാക്കിയുള്ള ബോർഡ് മെമ്പർമാരെ എന്തുകൊണ്ട് ഇതിൽ പ്രതിയാക്കുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം കൂടി എ പത്മകുമാർ ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ കേട്ട ശേഷമാണ് 30-ാം തീയതി കേസ് പരിഗണിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പം തന്നെ റിമാൻഡ് കാലാവധി 30-ാം തീയതി വരെ നീട്ടിയിരിക്കുന്നു. ഇനി കോടതിയിൽ ക്രിസ്മസ് വെക്കേഷനാണ്, അതുകൊണ്ട് കോടതി അടവായിരിക്കും. 30-ാം തീയതിക്ക് ശേഷം ഉള്ള ദിവസങ്ങളിലായിരിക്കാം ഇനി കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്തുതന്നെയായാലും ഏത് വിധേനയും ജാമ്യം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ എ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്.